ലാൽ ഇപ്പോൾ ഈ പൊതുപ്രവർത്തകൻ ഷാജി സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 വീട്ടിലെ ആളുകളെ രക്ഷപ്പെടുത്തി. ഒരു വീട്ടിലെ ആളുകളെ മാത്രമാണ് ഇനി രക്ഷപ്പെടുത്താനുള്ളത് എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ ആശങ്ക ജനിപ്പിക്കുന്നതുമാണ്. അദ്ദേഹം പറയുന്നത് അവിടെ നിന്നും ആ വീടിനകത്തുള്ളവരുമായി ആശയവിനിമയം നടത്താൻ പോലീസിനും ഫയർഫോഴ്സിനും ആയിട്ടുണ്ട് എന്നാണ്. എന്താണ് ലാലിന് അറിയാൻ കഴിയുന്ന വിവരം? പ്രകൃതി ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളിൽ ഒന്നായിട്ട് ഈ മണ്ണിടിച്ചിൽ മാറുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അത് രക്ഷാപ്രവർത്തനത്തെ മാത്രമല്ല, അവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെ ജീവനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അപകടകരമായ ജീവിതത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ അവിടെ ഇരിക്കുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതായത് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രദേശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് പ്രദേശവാസികളിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകളും അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മണ്ണിടിഞ്ഞ ഇടങ്ങളിൽ പരിശോധനയ്ക്ക് എത്തിയതും ഇതേ നാട്ടുകാർ തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ദുഷ്കരമായ ഒരു സാഹചര്യം, മഴയടക്കമുള്ള കാര്യങ്ങളില്ല എങ്കിൽ പോലും മണ്ണിടിച്ചിൽ അവിടെ വ്യാപകമായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. റിസ്ക് കൂടുതലായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അവസ്ഥ. ആദ്യം രൂപപ്പെട്ട ഗർത്തത്തിന്റെ ബാക്കി പത്രമാണ് ഈ മണ്ണിടിച്ചിൽ എന്നുള്ളതാണ് ഒരു അനുമാനം. പക്ഷേ ഏത് രീതിയിലാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്താണെങ്കിലും വീടിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരുടെ ശബ്ദവും മറ്റും കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ട്. അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിൽ ഭാഗികമായി ഇടിഞ്ഞ് വീടുകൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വീടിനകത്തേക്ക് പൂർണ്ണമായി ഇറങ്ങാനും സാധിക്കുന്ന ഒരു ഘട്ടമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വിദഗ്ധരായ ഫയർഫോഴ്സ് അടക്കമുള്ള വിദഗ്ധരായ ആളുകൾ എത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ അവിടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. സംഭവം അറിഞ്ഞ് കൂടുതൽ ആളുകൾ അവിടേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ലാൽ സൂചിപ്പിച്ചതുപോലെ മണ്ണിനിയും ഇടിയാനുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്? ഒപ്പം തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? കാരണം അത്രത്തോളം മണ്ണിടിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച പ്രദേശവാസികളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. ആളുകളെ കൊണ്ടുപോവുക, മാറ്റി പാർപ്പിക്കുക എന്നുള്ളതിന് മുൻതൂക്കം നൽകുന്നുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച ആളുകളെ കൂടാതെ, ബന്ധുവീടുകളിലേക്ക് പോയത് കൂടാതെ ബാക്കി ആ ഭാഗത്തുള്ള ആളുകളെ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ബന്ധുവീടുകളിലേക്കോ മാറ്റുക എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകുന്നത്. നേരത്തെ മാറ്റി 22 വീട്ടുകാരിൽ പലരും ബന്ധുവീടുകളിലേക്ക് പോയവരുമുണ്ട്. ആ ബന്ധുവീടുകൾ പലതും ഇതേ പ്രദേശത്ത് നിലനിൽക്കുന്നതുകൊണ്ട് അവരെ അടക്കം ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ദേവികുളം സബ് കളക്ടറുടെ ഭാഗത്തുനിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. അടിമാലി ഹൈസ്കൂളിലേക്കാണ് ഇവരെ പ്രാഥമികമായി തന്നെ മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പുകളിലേക്ക് പൂർണ്ണമായും ആളുകൾ മാറണം, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് തന്നെ ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങളുടെ സൗകര്യമുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയുന്ന രീതിയിലല്ല. മണ്ണിടിച്ചിലുണ്ടായതിനു പുറമെ ലാൻഡ് സ്ലൈഡിന്റേതായ പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ഉണ്ടായ മരങ്ങളടക്കം കടപുഴകി വീണതും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. വൈദ്യുതി ഇല്ലാത്തതും ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന് അടുത്തുന്ന ആളുകളെക്കാൾ കൂടുതൽ അവിടെ നിന്ന് മാറ്റേണ്ട ആളുകളെ ഇപ്പൊ നിലവിൽ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വൈദ്യുതി വിളക്കുകളുടെയോ മറ്റോ സഹായങ്ങൾ അവിടെ ഇല്ല. ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഒരു വലിയ ലാമ്പാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നാട്ടുകാർ സജ്ജീകരിച്ച സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രയുത, അതോടൊപ്പം ലാൽ, ഇവിടേക്ക് ദുരന്ത നിവാരണ സേനയുടെ ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരുടെ സഹായം എന്താണെങ്കിലും വേണ്ടി വരുമല്ലോ. പൂർണ്ണമായിട്ടും ഈ അടിമാലി ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പുകളൊന്നും നിലനിന്നിരുന്നില്ല. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം പീരുമേട് ഭാഗത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകളാണ് രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്നത്. അതോടൊപ്പം സിവിൽ ഡിഫൻസിന്റെ ട്രെയിനിങ് ലഭിച്ച ആളുകളെയും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാതെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഒരു വീട്ടിൽ കുടുങ്ങി കിടക്കുന്ന 2 പേരെയാണ് പുറത്തേക്ക് എത്തിക്കാനുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രതിസന്ധിയായി നിൽക്കുന്നത്
മണ്ണിടിച്ചിലും അതോടൊപ്പം അവിടേക്ക് കടന്നു വരുന്നതിനുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.